ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ 1 തന്നെ വരുന്നതാണ്. അപ്പോൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് മെയിനായിട്ട് വരുന്ന 5 ഫങ്ഷൻസാണ് മാനേജ്മെൻറ്റിനുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 ഫങ്ഷനാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇനി എന്താണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് നോക്കാം. Every organization has some predetermined objectives. The process which is adopted to achieve those objectives is called management process. അതായത് ഏതൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിലും അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാനേജിങ് മെൻ. അതായത് ഒരു ഓർഗനൈസേഷനെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് നടക്കണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് നമ്മളെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഒരുപാട് ഓതേഴ്സ് പല പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡെഫിനേഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡെയിൽ എസ് ബീച്ച് പറയുന്ന മാനേജ്മെൻറ്റ് ഇസ് ദി പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് to accomplish designated objectives. The management process includes planning, organizing, staffing, directing and controlling functions. അതായത് ഡെയിലെസ് ആൻഡ് ബീച്ച് എന്ന ഓതർ പറയുന്നത് എന്താ വെച്ചാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയലും അതുപോലെ ഹ്യൂമൻ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് ഇവരെന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിനെ അതുപോലെ ഹ്യൂമൻ റിസോഴ്സസിന് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന ഇതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. നെക്സ്റ്റ് ഒരു ഓതർ ഹെൻറി ഫയോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഹെൻറി ഫയോൾ പറയുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്ങും അതുപോലെ ഓർഗനൈസിങ്, കമാൻഡും കോർഡിനേഷനും കൺട്രോളും ചേർന്നതാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിൻഡാൽ ഉർവി ക്ലാസിഫൈഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഇൻ ടു 6 കാറ്റഗറീസ്. അതായത് ഈ ലിൻഡാൽ ഉർവിക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റിനെ 6 കാറ്റഗറി ആയിട്ടുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളതാണ്. ആദ്യം ഫോർകാസ്റ്റ് ചെയ്യാറ് മുൻകൂട്ടി തീരുമാനിക്കുക, അതിന് ശേഷമാണ് എന്ത് പ്ലാൻ ചെയ്യുന്നത്, പിന്നെ അത് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അതിന് ശേഷം കമാൻഡ് കൊടുക്കുക, അതിന് ശേഷം ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ആൻഡ് ലാസ്റ്റ് വണ്ണാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ലൂതർ ഉർവിക് ക്ലാസിഫൈഡ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ PODSCORB എന്ന ലെറ്റർ പ്രകാരമാണ് അയാൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ലെറ്ററിനും ഓരോ മീനിങ് ഉണ്ട്. P ഫോർ പ്ലാനിങ്, O ഫോർ ഓർഗനൈസിങ്, D ഫോർ ഡയറക്റ്റിംഗ്, S ഫോർ സ്റ്റാഫിംഗ്, Co ഫോർ കോർഡിനേറ്റിംഗ്, R ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് B ഫോർ ബഡ്ജറ്റിംഗ്. ഇദ്ദേഹം പറയുന്നത് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, 3 ആക്ടിവിറ്റീസ് ചേർന്നതാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നതാണ്
പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ. അതായത് മാനേജ്മെൻറ്റ് പ്രോസസ്സിന് ഒരുപാട് ഓതേഴ്സ് പല പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്, ആ സ്റ്റെപ്സുകളെയാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്നതാണ് പ്ലാനിങ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ഇറ്റ്, വേർ ടു ഡു ഇറ്റ്, ഹൗ ടു ഡു ഇറ്റ്, ഹൂ ഈസ് ടു ഡു ഇറ്റ് ആൻഡ് ഹൗ ദ റിസൾട്ട്സ് ആർ ടു ബി ഇവാലുവേറ്റ്. അതായത് പ്ലാനിങ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, പ്ലാനിങ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് ബിഫോർ ഡൂയിങ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നേ ചിന്തിച്ച് ചെയ്യുന്നതിനാണ് പ്ലാനിങ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിലും ഉപയോഗിക്കുന്ന ഫസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്ലാനിങ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ചിന്തിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതും പ്ലാൻ ചെയ്യാതെ ചെയ്യുന്നതും ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യം സക്സസ്ഫുൾ ആവാം, പ്ലാൻ ചെയ്യാണ്ട് ചെയ്യുന്നത് അൺസക്സസ്ഫുൾ ആവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മളൊരു പ്ലാൻ ചെയ്യാണ്ടാണ് നമ്മളൊരു ട്രിപ്പിന് പോകുന്നതെങ്കിൽ എന്താ, അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ദി പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ദി കോൺഷ്യസ് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്സ്. അതായത് പ്ലാനിങ് എന്ന് പറയുന്ന ഏറ്റവും ഫസ്റ്റത്തെ പ്രൈമറി ഫങ്ഷൻസ് ആണ്. ഏറ്റവും ബേസിക് ഫങ്ഷനാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റ് പ്രോസസ്സൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മുൻകൂട്ടി നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളതിന് മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. എവറി ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്സ്. അതായത് അവരുടെ എല്ലാ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ചില ഓർഗനൈസേഷന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആവണം, ചില ഓർഗനൈസേഷൻ വെൽത്ത് മാക്സിമൈസേഷൻ ആവാം, ചില ഓർഗനൈസേഷൻ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് പ്ലാനിങ്ങിൽ. സെക്കൻഡ് വൺ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം അത് ഫോർകാസ്റ്റ് ചെയ്യുക. ഇതിന് എത്രത്തോളം ഈ പ്ലാൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതായത് എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സെർച്ച് ഫോർ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. അതിൽ ഏറ്റവും അപ്പോൾ ഏതൊക്കെ ആൾട്ടർനേറ്റീവ്സ് ആണ് ഉള്ളതെന്ന് ആദ്യം സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാണ്, അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്യലാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് വേരിയസ് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ്. അതായത് ആൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ട്, സയൻസ് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള, അതായത് ഈ ആൾട്ടർനേറ്റീവ്സിനൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിന് ഇവാലുവേറ്റ് ചെയ്യുക, അതിനൊന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക. അതാണ് ഈ സ്റ്റെപ്പിൽ വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഓർഗനൈസേഷൻ്റെ പോളിസി, ഈ പ്ലാനിനനുസരിച്ചിട്ട് എന്തൊക്കെ പോളിസീസാണ് പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾസ്, പ്രോഗ്രാംസ് ആൻഡ് ബഡ്ജറ്റ്സ്. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ്, പ്ലാനിങ്ങിൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് ഷെഡ്യൂൾ, പ്രോഗ്രാംസും അതുപോലെ ബഡ്ജറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻ്റെ ഫസ്റ്റ് ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സാണ് ഓർഗനൈസിങ്. ആഫ്റ്റർ ദ പ്ലാനിങ് പ്രോസസ്, the people in the organization have to organize to achieve the objectives according to Louis A. Allen.
According to Louis Allen, organization is the process of identifying and grouping the work to be performed, defining and delegating responsibility and authority, and establishing relationship for the purpose of enabling people to work most effectively together in accomplishing the objectives. അതായത് പ്ലാനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ദ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ഹാവ് ടു ബി ഓർഗനൈസ്ഡ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പീപ്പിൾസിനെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തതിന് ശേഷം അതായത് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ്സ്, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിൽ അവിടെ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ള. അപ്പോൾ അവർ പ്ലാൻ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താ, ആ അച്ചീവ് ചെയ്യുക, ആ ഡിസൈഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എങ്ങനെയൊക്കെ രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ചിലവരെ ടാർഗറ്റ് കൂട്ടാൻ വേണ്ടി ഓരോരോ ഏരിയയ്ക്ക് പറഞ്ഞയക്കേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ ഏരിയാസാണ് ഫിക്സ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതാണ് ഈ ഒരു പ്രോസസ്സിൽ പറയുന്നത്. ലൂയിസ് അലിയൻ്റെ അഭിപ്രായത്തിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതെന്ന് വെച്ചാൽ എത്ര വർക്ക്, എന്തൊക്കെ വർക്ക് പെർഫോം ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ്, ഐഡൻറ്റിഫൈങ്, ഗ്രൂപ്പിംഗ് ആൻഡ് ദ വർക്ക് ടു ബി പെർഫോംഡ്. ഏതൊക്കെ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, ആദ്യം കണ്ടെത്തണം. അതായത് ഓർഗനൈസേഷനിൽ എന്തൊക്കെ വർക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അതിന് ശേഷം അത് ഗ്രൂപ്പ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ഫോർ ദി പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് ഇഫക്റ്റീവ്ലി. അതായത് എംപ്ലോയീസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതുപോലെ അവർക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെയാണ് അവരുടെ അതോറിറ്റി, അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫൈൻ ചെയ്തിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്താലാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട്, ഒബ്ജക്റ്റീവ്സ് മോസ്റ്റ് ഇഫക്റ്റീവ്ലി ആയിട്ട് എംപ്ലോയീസിന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസിങ് എന്നുള്ള പ്രോസസ്സിൽ പറയുന്നതാണ്, ഓരോ ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്, അവരുടെ എന്തൊക്കെ വർക്ക് പെർഫോം ചെയ്യണം എന്നുള്ളത് ഗ്രൂപ്പ് ചെയ്യുക, അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ടെത്തിയിട്ട് അത് തരംതിരിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അത് തരംതിരിച്ച് കൊടുക്കുക. അതുപോലെ അവർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് അതും കൊടുക്കുക. ഇതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഫസ്റ്റാണ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്ലാനിങ് ചെയ്തതിന് ശേഷം, അപ്പോൾ നേരത്തെ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിൽ അവർ പ്ലാൻ ചെയ്യുകയാണ് ഇത്ര ലക്ഷം രൂപ ടാർഗറ്റ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം അതിന് അങ്ങനെ ടാർഗറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് ശേഷം ആ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുകയാണ്, ഗ്രൂപ്പ് ചെയ്യുക, തരം തിരിച്ച് വയ്ക്കുക. എങ്ങനെയൊക്കെയാണ് ആ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ ചെയ്താലാണ് ഒരേപോലെയുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ആ കാര്യത്തിലൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അസൈനിങ് ഡ്യൂട്ടീസ് ടു ഇൻഡിവിജ്വൽസ്. അതിന് ശേഷമാണ് ഓരോ ഇൻഡിവിജ്വൽസിനും, ഓരോ ഓർഗനൈസേഷനിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി, അവർ ചെയ്യാനുള്ള വർക്കുകൾ എന്തൊക്കെയാ വെച്ചാൽ അത് അസൈൻ ചെയ്ത് കൊടുക്കുക, അവരെ ഏൽപ്പിച്ച് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ടു ഈച്ച് പൊസിഷൻ. അതായത് ഓരോ പൊസിഷന്, ഇപ്പോൾ ഒരു സൂപ്പർവൈസർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു മാനേജർ ആണെങ്കിൽ അവരുടെയൊക്കെ ഓരോ പൊസിഷനും അവർക്ക് എന്തൊക്കെയാണ് അതോറിറ്റി ഉള്ളത്, അധികാരം എന്തൊക്കെ ഉണ്ട്, അതൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എസ്റ്റാബ്ലിഷിങ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്സ്. അതായത് സുപ്പീരിയറും സബോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ സുപ്പീരിയറും സബോർഡിനേറ്റ്സും പറഞ്ഞാൽ പിന്നെ മേലധികാരിയും അവർ താഴെ നിൽക്കുന്ന ആൾക്കാരുമായിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ളൊരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ, എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷനിൽ ഇഫക്റ്റീവായിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഓർഗനൈസിങ്ങിൽ വരുന്നത്. ഇതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് ഈസ് ദി ഫങ്ഷൻ ഓഫ് എംപ്ലോയിങ് സ്യൂട്ടബിൾ പേഴ്സണൽ ഫോർ ദി എൻ്റർപ്രൈസ്. അതായത് ഒരു എൻ്റർപ്രൈസിന് വേണ്ട
ഒരു എൻ്റർപ്രൈസിന് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നോ ഓർഗനൈസേഷൻ ക്യാൻ വർക്ക് വിതൗട്ട് ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്. അത് നമുക്കറിയാം. ഒരു ഓർഗനൈസേഷനും പിന്നെ ഒരു മനുഷ്യൻ്റെ സഹായം ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാഫിംഗ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ സ്റ്റാഫിങ്ങിലാണ് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലാണ് റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വരുന്നത്. അപ്പോൾ ഈ സ്റ്റാഫിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അതിലും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. മാൻ പവർ പ്ലാൻ ചെയ്യണം. അതായത് ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ ഒരു പുതിയൊരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എത്ര എംപ്ലോയീസ് വേണ്ടി വരും? ചിലപ്പോൾ റിസപ്ഷനിലൊന്ന് വേണ്ടി വരും, അക്കൗണ്ട്സിൽ വേണം, അതുപോലെ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഓരോ സെക്ഷനിൽ ആൾക്കാർ വേണ്ടി വരും. അപ്പോൾ അത് എത്രത്തോളം വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യലാണ് മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ന്യൂസ് പേപ്പർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയൊക്കെ പരസ്യങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫോൺ കോൾസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടത്താം. അതിനുശേഷം ഈ റിക്രൂട്ട് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ഷനിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്ലേസ്മെൻറ്റ്. ആ സെലക്ട് ചെയ്ത ആൾക്കാരെ ആ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുക, അതിലാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് ഇപ്പോൾ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ, അവർക്ക് പ്രൊമോഷനൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വലിയ മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ വർക്കും അറിയണമെന്നില്ല. അപ്പോൾ എംപ്ലോയീസിന് അവരുടെ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കലാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്റ്റിംഗ്. വെൻ പീപ്പിൾ ആർ അവൈലബിൾ ഇൻ ദി ഓർഗനൈസേഷൻ ദേ മസ്റ്റ് നോ വാട്ട് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഒരു പീപ്പിൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിട്ട് അറിയണം, ഓർഗനൈസേഷൻ അവരെന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ദ സുപ്പീരിയർ കമ്മ്യൂണിക്കേറ്റ്സ് ടു സബോർഡിനേറ്റ്സ് അബൌട്ട് ദി എക്സ്പെക്റ്റഡ് വർക്ക്. അപ്പോൾ ഈ മേലുദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, അവരുടെ താഴെ വർക്ക് ചെയ്യുന്ന സുപ്പീരിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെന്താണ് ഈ ഒരു ജോലിയും കൊണ്ട് അവർക്ക് എന്ത് കിട്ടണം എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ഈ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സ് ആയിട്ടൊരു അവരെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതിൽ വരുന്നതാണ് ഫസ്റ്റ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ചില അതായത് ഫസ്റ്റ് അവർക്ക് എന്ത് കൊടുക്കണം, ഓർഡേഴ്സ് കൊടുക്കണം, അതുപോലെ ഇൻസ്ട്രക്ഷൻസ്. ചില അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ, അവർക്ക് എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സെക്കൻഡ് വൺ ഗൈഡിങ് ആൻഡ് ടീച്ചിങ് ദി സബോർഡിനേറ്റ്സ് അബൌട്ട് പ്രോസസ് ആൻഡ് മെത്തേഡ്സ്. അതായത് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഈ ഒരു ഓർഗനൈസേഷൻ്റെ മെത്തേഡ്സിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അവരുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്, ഇതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവരെ പിന്നെ ഇത് ചെയ്യണമെന്ന് നിർബന്ധിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസിങ് ദി വർക്കേഴ്സ്. അതായത് വർക്കേഴ്സ് ചെയ്യുന്ന ജോലി എപ്പോഴും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ എസ്റ്റാബ്ലിഷിങ് ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സബോർഡിനേറ്റ് സുപ്പീരിയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക. നെക്സ്റ്റ് വൺ മോട്ടിവേറ്റിംഗ് ദി സബോർഡിനേറ്റ്സ്. അതായത് സബോർഡിനേറ്റ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ വരുന്ന ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ലീഡർഷിപ്പ് ടു സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് ഒരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വൺ ഈസ് അപ്ലൈയിങ് ഡിസിപ്ലിൻ ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ്. അതായത് ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യുക. ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇത്രയാണ് ഡയറക്റ്റിങ്ങിൽ വരുന്നത്. അതായത് സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിൻ്റെ വർക്ക് എപ്പോഴും എന്താ, അവരുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നതാണ് കൺട്രോളിങ്. According to Georgia Terry, control is the process of determining what is being accomplished, evaluating the performance, and if necessary, applying corrective measures. It includes the following steps. അതായത് ജോർജ ടെറി പറയുന്നത് കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്, എന്താണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടതെന്ന്, അതുപോലെ വാട്ട് ഈസ് ബീയിങ് അക്കംപ്ലിഷ്, എന്ത് അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ആൻഡ് ഇഫ് നെസസറി അപ്ലൈയിങ് കറക്റ്റീവ് മെഷേഴ്സ്.
അത് ആവശ്യമാണെങ്കിൽ, അതായത് കൺട്രോളിങ്ങിൽ പറയുന്നത് ഇതിനാവശ്യമാണെങ്കിൽ കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് എത്രത്തോളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഈ ഒരു കൺട്രോളിങ്ങിലാണ് 4 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനമാണെങ്കിൽ അവിടെ ഡെയിലി ഒരു 10-200 സെയിലെങ്കിലും ഒരു ദിവസം നടക്കണം എന്നാണ് അവരുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എങ്കിൽ അത് ആദ്യം ഡിറ്റർമൈൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. എന്നിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യുക. ചില ദിവസങ്ങളിൽ 200ൻ്റെ മുകളിൽ പോയിട്ടുണ്ടായിരിക്കും, ചില ദിവസങ്ങളിൽ താഴെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മെഷർ ചെയ്യലാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഈസ് കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. തേർഡ് ചെയ്യേണ്ടതാണ് സ്റ്റാൻഡേർഡുമായിട്ട് ഈ ഒരു പെർഫോമൻസ് കമ്പാരിസൺ ചെയ്യുക. കാരണം 200ൽ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഇതിൽ കുറവാണെങ്കിൽ അവരെന്താണ് കുറവാണ്. അപ്പോൾ അങ്ങനെ കുറവുള്ള ഭാഗത്ത് ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. അതിന് ആവശ്യമുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കലാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.